മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ തേപ്പിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. മഴ ഉണ്ടെങ്കിൽ പണിക്കാരുണ്ടാവും, പക്ഷെ മഴ ഇല്ലെങ്കിൽ പണിക്കാരും ഉണ്ടാവും. അതായത് രാവിലെ അവർ വരാൻ നിൽക്കുമ്പോൾ ആ ടൈമിൽ നല്ല പോലെ മഴ ഉണ്ടാവും. അങ്ങനെ അവർ ലീവ് എടുക്കും, പിന്നെ വൈകുന്നേരം ഫുള്ള് വെയിലായിരിക്കും. എന്തായാലും ഓരോ പണി നടക്കുമ്പോഴും നമ്മൾ എന്താ പറയുക, ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ, അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത പണിയാവും. അപ്പോഴും നമുക്ക് അതൊന്ന് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നായിരിക്കും അല്ലേ. അപ്പം മഴ കാരണം ഷീറ്റൊക്കെ കെട്ടിയിട്ടാണ് അവർ തേക്കാറുള്ളത്. പക്ഷേങ്കിൽ അവർ രാവിലെ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ തേപ്പ് പെട്ടെന്ന് തീരുന്ന ആ ഒരു ടൈമിൽ നമുക്കിവിടെ തകൃതിയായിട്ടുള്ള പണിയായിരിക്കും. കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കലും കൂട്ടാനുണ്ടാകും. അപ്പം ഇന്ന് ഓർക്ക് കൊണ്ടുപോകാനായിട്ട് ചിക്കനും അതുപോലെ തന്നെ വഴുതനങ്ങ പൊരിച്ചതുമാണ് കേട്ടോ. ഇത് നമുക്കില്ല. കുറച്ച് ഫ്രഷ് അയിലയും മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മത്തി എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിലൊരു 2 പൊരിക്കുക, കാരണം ഉച്ചക്ക് ഞാനും കുഞ്ഞാക്കി മാത്രമല്ലേ ഉണ്ടാവും. അങ്ങനെ ഇതാ കാണുമ്പോൾ നമുക്ക് ഏകദേശം 2 ദിവസമുള്ള കറിയൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ചില ദിവസം അങ്ങോട്ട് തികയാറില്ല കേട്ടോ. അതായത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ചായക്കടിക്കൊക്കെ എടുക്കുകൊണ്ട് ചിലപ്പോൾ ഉച്ചക്ക് നമുക്ക് പിന്നെ തികയാറില്ല. അപ്പം പിന്നെ നമ്മൾ വേറെ കറി എന്തെങ്കിലുമൊക്കെ വെക്കും. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സച്ച് സ്കൂളിൽ വന്നപ്പോൾ അവനക്ക് JRCൻ്റെ യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ സാമയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ഒരു ടൈമിൽ അവിടെ മുന്നേ തന്നെ പപ്പടം വെക്കുന്ന ഒരു 2-3 ആളുണ്ടായിരുന്നു. ഒരു കയ്യിലൊരു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരിങ്ങനെ കണ്ടപ്പോഴും എപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓടി ഇത് പോയിട്ടോ. സച്ചു പറഞ്ഞു, ആ കുട്ടി കിടക്കുന്ന കണ്ടില്ലേ, പാവം തോന്നാണ്, ഒരു പപ്പടം വാങ്ങുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തലേ ദിവസം കുഞ്ഞാക്ക അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഏറെ ഞാൻ അവരെ മെയിൻ ചെയ്യാതെ പോയത്. പിന്നെ ഇപ്പം പറഞ്ഞതല്ലേ, എന്തായാലും നമുക്കൊരു പപ്പടപ്പേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് 50 രൂപ കൊടുത്തിട്ട് ഒരു പപ്പടപ്പേക്ക് അവർ തന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി, എന്തിനാണ് നമ്മൾ അത് വാങ്ങിക്കുന്നത്, ഈ ഒരു 50 രൂപ കൊടുത്തിട്ട് നമ്മളിവിടെ കൊടുത്ത കണക്ക് പറയല്ല. അപ്പോൾ ഈ ഒരു 50 രൂപ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, പപ്പടം വേണ്ട, ഒരു 50 രൂപ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നടന്ന് ഈ ഒരു ക്യാഷും കൊണ്ട് ആ ഒരു ചെക്കൻ അപ്പുറത്തോട്ട് വേറൊരു ചെക്കൻ്റെ അടുത്ത് ഈ ഒരു കുട്ടീൻ്റെ കയ്യിൽ. ഇപ്പോൾ ഒരു ഭയങ്കര ചിരി. കാരണം എന്താ വെച്ചാൽ അവരിന്നെ പറ്റിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം നമ്മൾ അവരുടെ സഹതാപം കണ്ടിട്ടാണ് 50 രൂപ കൊടുത്ത് പപ്പടം വാങ്ങാതിരുന്നത്. പക്ഷെ അവരാണെങ്കിൽ ഇന്നെ എന്തോ ഒരു കളിയാക്കി ചിരിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ട്. എനിക്ക് നല്ല പോലെ ദേഷ്യം വന്നു. കാരണം ഇതന്നെയല്ലേ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. കാരണം ഞാൻ പിന്നെയും ചോദിച്ചു, എന്താണ് പ്രശ്നം ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മക്ക് കിഡ്നി ഇല്ല എന്നാണ് പറഞ്ഞത്. അമ്മക്ക് കിഡ്നി ഇല്ലാത്ത ഒരാൾ ഈ ഒരു 50 രൂപ ഇങ്ങനെ കിട്ടുമ്പോൾ ചിരിക്കോ, അതാണ് എനിക്കറിയാം. അപ്പോൾ സഹായിക്കാൻ കരുതിക്കണമെങ്കിൽ നോക്കി കണ്ടൊക്കെ സഹായിക്കുക.